മറ്റു വാർത്തകൾ നോക്കാം. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപേ രാഷ്ട്രീയ വാക്പോര് മുറുകുകയാണ്. കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണ് പോരാട്ടമെന്ന ടി.എൻ. പ്രതാപന്റെ പ്രസ്താവന ബി ജെ പിയും ഏറ്റെടുത്തിരിക്കുകയാണ്. LDF ആണ് മുഖ്യ എതിരാളിയെന്ന് ബി ജെ പി ജില്ലാ അധ്യക്ഷൻ കെ അനീഷ് കുമാർ പറഞ്ഞു. തൃശൂരിൽ ഇത്തവണ സുരേഷ് ഗോപിയുടെ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞെന്നാണ് ബി ജെ പിയുടെ വാദം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച വോട്ടുകൾ നിരത്തിയാണ് ബി ജെ പിയുടെ സാധൂകരണം. മണ്ഡലത്തിൽ ആകെയുള്ള ബൂത്തുകളിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 350-ൽ ബി ജെ പി ഒന്നാം സ്ഥാനത്തും 300-ൽ രണ്ടാം സ്ഥാനത്തും എത്തിയെന്ന് ബി ജെ പി വ്യക്തമാക്കുന്നു. 13 പഞ്ചായത്തുകളിൽ ഒന്നാം സ്ഥാനത്തെത്തി. 90,000 പുതിയ വോട്ടർമാരിൽ ഭൂരിഭാഗവും ബി ജെ പിക്ക് അനുകൂലമാണെന്നാണ് ബി ജെ പിയുടെ വാദം. തൃശൂരിൽ ബി ജെ പി കോൺഗ്രസ് നേർക്കുനേർ പോരാട്ടമെന്നും ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ അനീഷ് കുമാർ പറഞ്ഞു. 1276 ബൂത്താണ് ഈ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലുള്ളത്. അതിൽ 300-ലധികം ബൂത്തുകളിൽ ബി ജെ പി ലീഡ് ചെയ്തു. 350-ലധികം ബൂത്തുകളിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വന്നു. നിരവധി പഞ്ചായത്തുകളിൽ സുരേഷ് ഗോപി ലീഡ് ചെയ്തു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവിടെ കോൺഗ്രസ് ആണ് മുന്നിൽ വന്നത് എന്നുള്ളത് കൊണ്ട് മുഖ്യമായിട്ടുള്ള മത്സരം കോൺഗ്രസുമായിട്ട് നടക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. പക്ഷെ രണ്ട് മുന്നണികളെയും ഞങ്ങൾ വില കുറച്ച് കാണുന്നില്ല. ഇത്തവണ രണ്ട് മുന്നണികളെയും ബഹുദൂരം പിന്നിലാക്കാൻ തരത്തിലുള്ളൊരു പ്രചരണമാണ് ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ക്രൈസ്തവ വോട്ടുകളിൽ നല്ലൊരു പങ്ക് ലഭിക്കുമെന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ. 13 ലക്ഷം വോട്ടർമാരാണ് മണ്ഡലത്തിലുള്ളത്. 2,93,000 വോട്ടുകളാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി നേടിയത്. റിപ്പോർട്ടർ ജെയ്സൺ, തൃശൂർ.